ഫയറിംഗ് സ്ക്വാഡിലെ സൈനികർ തങ്ങളുടെ തോക്കുകൾ ഒന്നൊന്നായി ലോഡ് ചെയ്തു. തോക്കുകൾ ഉയർത്തി തനിക്ക് നേരെ ഉന്നം പിടിച്ചു നിന്ന ഫയറിംഗ് സ്ക്വാഡിന് നേർക്ക് അവൾ തന്റെ അന്ത്യചുംബനങ്ങൾ പറത്തിവിട്ടു. എന്നെ നിങ്ങൾ ഒരു വേശ്യ എന്ന് വിളിച്ചാൽ ഞാനത് വേണമെങ്കിൽ സമ്മതിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സ്പൈ അല്ല. ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത് പ്രണയത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണ്. മാർഗരീറ്റ ടെർട്ടൂഡിയാസെല്ല എന്ന യുവതിയുടെ വാക്കുകളാണിത്. മാദകത്വവും തുളുമ്പുന്ന മേനിയഴകും കൊണ്ട് ഉദ്യോഗസ്ഥരെയും സൈനികരെയും പാവാടച്ചരടിൽ കോർത്ത് ഇംഗിതത്തിന് തുള്ളിച്ച ചാരുസുന്ദരിമാർ യഥേഷ്ടമുണ്ട് ചരിത്രത്തിൽ. ആ കൂട്ടത്തിൽ മറക്കാൻ കഴിയാത്ത ഒരാളാണ് മാർഗരീറ്റ ടെർട്ടൂഡിയാസെല്ല. പക്ഷെ ആ പേരിൽ അവർ അജ്ഞാതയാണ്. മാതാഹരി എന്ന പേരിലാണ് അവർ പ്രശസ്തി നേടിയത്. അത്രയ്ക്കും സംഭവ ബഹുലവുമായിരുന്നു മാതാഹരിയുടെ ദുരിത ജീവിതവും വേഷപ്പകർച്ചയും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാതാഹരിയുടെ സംഭവ ബഹുലവുമായ ജീവിതത്തെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ മുഴുവനായി കാണുക. അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. സൗന്ദര്യവും വശ്യതയും കൊണ്ട് ലോകത്തെ മയക്കിയ സുന്ദരിയാണ് മാർഗരീറ്റ. യഥാർത്ഥ പേര് പറയുന്നതിനേക്കാൾ മാതാഹരി എന്ന പേര് പറയുമ്പോഴായിരിക്കും അവളെ ലോകം തിരിച്ചറിയുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. മാതാഹരി സഞ്ചരിക്കാത്ത നാടുകൾ ഉണ്ടായിരുന്നില്ല. 7 ഭാഷകളിലായിരുന്നു മാതാഹരിക്ക് പ്രാവീണ്യം ഉണ്ടായിരുന്നത്. തന്റെ സൗന്ദര്യവും വശ്യതയും കൊണ്ട് അവൾ പോയി ഇടങ്ങളെല്ലാം തന്നെ കീഴടക്കി. എന്നാൽ ആ സൗന്ദര്യവും കഴിവും അവളെ കൊണ്ട് എത്തിച്ചത് ചാരപ്രവർത്തനങ്ങളുടെ ഇരുണ്ട ലോകത്താണ്. നെതർലൻഡിലെ ലീവാർഡാണ് മാതാഹരിയുടെ സ്വദേശം എന്നാണ് പറയപ്പെടുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മാതാഹരി പിതാവിന്റെ സാമ്പത്തിക തകർച്ചയെയും പുനർവിവാഹത്തെയും തുടർന്ന് യൗവനാരംഭത്തിൽ തന്നെ കഷ്ടതയിലേക്ക് വഴുതി വീണു. മാർഗരീറ്റയുടെ 13-ാം വയസ്സിൽ അവളും അവളുടെ 3 സഹോദരങ്ങളും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഉപേക്ഷിച്ച് അച്ഛൻ നാടുവിട്ടു. അതോടെ അമ്മ മാനസിക രോഗിയായി മാറി. തകർന്ന കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്തം അവളുടേതായി മാറി. ജീവിക്കുവാൻ തൊഴിൽ തേടി നടന്ന അവൾ സമീപത്തെ ഒരു ട്രെയിനിങ് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ടുള്ള 51-ാം വയസ്സുകാരനുമായുള്ള ബന്ധത്തെ തുടർന്ന് അവൾ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അന്ന് ഇത്തരം കേസുകളിൽ തെറ്റ് പെണ്ണിന്റെ ഭാഗത്ത് മാത്രമായി മാറുന്ന പതിവുകളിൽ അവളും അകപ്പെട്ടു. അവളുടെ ജോലി നഷ്ടമായെങ്കിലും ഒരേ കുറ്റം നേരിടുന്ന ഹെഡ് മാസ്റ്റർ അവിടെ ജോലിയിൽ തുടർന്നു. അവളുടെ ജീവിതത്തിൽ അവൾ നേരിട്ട ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഇത്. 1895-ൽ തന്റെ 19-ാമത്തെ വയസ്സിലാണ് ഡച്ച് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായ 39 വയസ്സുകാരൻ ലഫ്റ്റനന്റ് ആയിരുന്ന റൂഡോൾഫ് മക്ലിയോഡുമായി മാതാഹരി വിവാഹിതയാവുന്നത്. സൈന്യത്തിലെ റാങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ റൂഡോൾഫിന് വിവാഹം കഴിക്കേണ്ടിയിരുന്നു. എന്നാൽ സിഫിലിസ് രോഗബാധിതയുള്ളതിനാൽ അയാളെ വിവാഹം കഴിക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു പ്രാദേശിക പത്രത്തിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് 18 വയസ്സുകാരിയായ മാർഗരീറ്റ വിവാഹത്തിന് സമ്മതം മൂളിക്കൊണ്ട് മറുപടി എഴുതി. പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളായിരുന്നു ആ വിവാഹത്തിലേക്ക് അവളെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ റൂഡോൾഫിനെ കണ്ടുമുട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ വിവാഹിതരാവുകയും വൈകാതെ അവൾ 3 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. പ്രതീക്ഷിച്ചത്ര ശോഭനമായിരുന്നില്ല മാർഗരീറ്റയുടെ വിവാഹ ജീവിതം. മദ്യപിച്ചെത്തുന്ന ഭർത്താവ് അവളെ നിരന്തരം മർദ്ദിച്ചു, ലൈംഗികമായി ചൂഷണം ചെയ്തു. നിരവധി സ്ത്രീകളെ വീട്ടിൽ വിളിച്ചുകൂട്ടി രതിയിൽ ഏർപ്പെട്ടു. മാർഗരീറ്റയെ ചൂതാട്ടത്തിന് ജാമ്യ വസ്തുവായി പോലും അയാൾ ഉപയോഗിച്ചു. തന്റെ പ്രതിസന്ധികളിൽ നിന്നും താൽക്കാലികമായെങ്കിലും രക്ഷ നേടുവാൻ വേണ്ടിയാണ് അവൾ ജാവനീസ് നൃത്തം നോക്കി പഠിച്ചത്. മിലിറ്ററി ക്യാമ്പിലെത്തുന്ന വേലക്കാരികളായ സ്ത്രീകൾ നേരം പോക്കിനു വേണ്ടി കളിച്ചിരുന്ന നൃത്തം മാർഗരീറ്റയ്ക്ക് അതിവേഗം വഴങ്ങി. അതിനിടെ ജോലി സംബന്ധമായ റൂഡോൾഫിന് കുടുംബസമേതം സുമാത്രയിലേക്ക് താമസം മാറേണ്ടി വന്നു. സുമാത്രയിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാർഗരീറ്റയുടെ ഇളയ മകൻ രോഗബാധിതനായി മരിച്ചു. മാനസികമായി തളർന്ന അവളെ ഭർത്താവ് റൂഡോൾഫ് തിരികെ നെതർലൻഡിലേക്ക് അയച്ചു. നാട്ടിലെത്തിയ അവൾ ഉടൻ തന്നെ വിവാഹമോചനത്തിനായി കേസ് നൽകി. വിവാഹമോചനം ലഭിച്ചെങ്കിലും സ്വന്തം മക്കളുടെ കസ്റ്റഡി അവൾക്ക് ലഭിച്ചില്ല. അതിനെ തുടർന്ന് അവൾ വീണ്ടും തകർന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിന് അറുതി വരുത്തുവാൻ വേണ്ടിയാണ് മാർഗരീറ്റ പാരീസിലെത്തിയത്. പാരീസിൽ കാലുകുത്തുമ്പോൾ ജീവിക്കുവാൻ വകയില്ലാതിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അവൾ അനുഭവിച്ചത് സ്വപ്ന തുല്യമായ ജീവിതമായിരുന്നു. ഡാൻസറായാണ് മാതാഹരി പാരീസിൽ ജോലി ചെയ്യുവാൻ ആരംഭിച്ചത്. 1903 മുതൽ മാർഗരീറ്റ പാരീസിൽ നൃത്ത പരിപാടികൾ നടത്തിപ്പോന്നിരുന്നു. അക്കാലത്താണ് സ്റ്റേജ് നെയിമായി മാതാഹരി എന്ന പേര് അവർ സ്വീകരിക്കുന്നത്. താൻ ജനിച്ചത് ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിലാണെന്നും അവിടെയുള്ള പുരോഹിതനാണ് തനിക്ക് മാതാഹരി എന്ന പേര് നൽകിയതെന്നും അവകാശപ്പെട്ടാണ് മാതാഹരി എന്ന പേര് അവർ സ്വീകരിച്ചത്. ഇന്ത്യൻ ക്ഷേത്രത്തിലെ പുരോഹിതർ തനിക്ക് പുരാണവും നൃത്തവും പഠിപ്പിച്ചു തന്നുവെന്നും അവൾ അവകാശപ്പെട്ടിരുന്നു. പുരാണ കഥകളിലെ അപ്സരസുകളായ ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നിവരോടൊക്കെയായിരുന്നു അവൾക്ക് ആരാധനയുണ്ടായിരുന്നത്. പാരീസിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ സഹായത്തോടെ പാരീസിലെ വളരെ പ്രശസ്തമായ ഏഷ്യൻ കലകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു മ്യൂസിയത്തിൽ മാതാഹരിക്ക് നൃത്തം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. നിരവധി സമ്പന്നർ സമ്മേളിക്കുന്ന വേദിയിൽ നൃത്തം അവതരിപ്പിച്ചതോടെ അവളുടെ പേരും പ്രശസ്തിയും യൂറോപ്പിലാകെ പടരുവാനും ആരംഭിച്ചു. അർദ്ധനഗ്നമായ മേനി പ്രദർശിപ്പിച്ച് ആരെയും ആകർഷിക്കുന്ന ചുവടുകളും മെയ്യഴകും മുഖഭാവങ്ങളും കാണിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന വശ്യസുന്ദരിയായ ജാവനീസ് നർത്തകിയെക്കുറിച്ച് മാധ്യമങ്ങളും ആവോളം പുകഴ്ത്തി എഴുതി. അതോടെ പാരീസിലെ ചെറുതും വലുതുമായുള്ള നിരവധി വേദികളിൽ മാതാഹരിയുടെ നൃത്തം ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒന്നായി മാറി.
1905 മുതലാണ് മാതാഹരി പാശ്ചാത്യ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത്. ജാവനീസ് രാജകുമാരിയായുള്ള അവളുടെ പരകായ പ്രവേശവും മെയ്വഴക്കവും ആയിരക്കണക്കിന് കാഴ്ചക്കാരെയാണ് അവളിലേക്ക് അടുപ്പിച്ചത്. മാതാഹരി എന്ന മാദക സുന്ദരിയിലേക്ക് അവർ ഒന്നടങ്കം ആകർഷകരായി. നൃത്തത്തിനൊപ്പം രതിയും ചേർന്നതോടെയാണ് അവളിലേക്ക് ആളുകൾ കൂടുതൽ അടുക്കുവാൻ തുടങ്ങിയത്. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജൂൾസ് ക്യാമ്പോണും ജർമ്മനിയിലെ രാജകുമാരനുമെല്ലാം മാതാഹരിയുടെ വലയത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. അതിനിടെ തന്നെ ഡാൻസർ എന്ന പേരിൽ നിന്നും സമ്പന്നർക്കൊപ്പം പോകുന്ന വേശി എന്ന വിശേഷണത്തിലേക്ക് അവൾ മാറിയിരുന്നു. നൃത്തത്തിലൂടെയും സമ്പന്നർക്കൊപ്പമുള്ള രാത്രി താമസത്തിലൂടെയും കോടിക്കണക്കിന് രൂപയാണ് അന്ന് മാത സമ്പാദിച്ചിരുന്നത്. എന്നാൽ കിട്ടിയ പണം മുഴുവൻ അവൾ ദൂർത്തടിച്ച് പാഴാക്കി. കിട്ടുന്ന പണം മുഴുവൻ ചൂതാട്ടത്തിനും വസ്ത്രത്തിനും ആഭരണത്തിനും വില കൂടിയ താമസത്തിനും ആഹാരത്തിനും വേണ്ടി ചെലവഴിച്ച് നശിപ്പിച്ചു. അതിനിടെ മാതാഹരിയുടെ മുൻ ഭർത്താവ് വീണ്ടും വിവാഹമോചിതനായി. ഇതറിഞ്ഞ് കുട്ടികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അവൾക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചില്ല. സ്ഥിര വരുമാനമില്ല, സുരക്ഷിതമായ താമസമില്ല തുടങ്ങിയ കാരണങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസ് നടന്ന് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ശേഷിക്കുന്ന 2 മക്കളും സിഫിലിസ് ബാധിച്ച് മരണപ്പെട്ടിരുന്നു. മാതാഹരിക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നുവെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു എന്നാണ് പിൽക്കാലത്ത് വന്ന കഥകളിൽ പറയുന്നത്. അവരെല്ലാം ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവരിൽ ഒരു ഡച്ച് കേണലും റഷ്യൻ ക്യാപ്റ്റനും ബെൽജിയൻ കമാൻഡറും ഇറ്റലിയിലെ ക്യാപ്റ്റനും അയർലൻഡിലെ 2 ഉദ്യോഗസ്ഥരും ഫ്രാൻസിൽ നിന്നുമുള്ള 6 ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. തന്റെ കാമുകന്മാരെ കാണുവാൻ യുദ്ധകാലത്ത് പോലും മാതാഹരി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. യുദ്ധകാലത്തുള്ള യാത്ര അവളെ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിച്ചു. അതിർത്തികളിൽ അവൾ ചോദ്യങ്ങൾക്ക് വിശദീകരണങ്ങൾ നൽകേണ്ടി വന്നു. വീടോ കുടുംബമോ സ്ഥിരമായ മേൽവിലാസമോ ഭർത്താവോ വരുമാനമോ ഇല്ലാതിരുന്ന അവളെ സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സൈനികരുമായി ലൈംഗിക ബന്ധമുള്ളതിനാൽ നിരവധി രഹസ്യ മിഷനുകളും അവളിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് യുദ്ധതന്ത്രം ചോർത്തുന്നതും സൈനിക രഹസ്യങ്ങൾ കരസ്ഥമാക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. യുദ്ധകാലത്ത് 1916 മാതാഹരിയെ ഒരു സംഘം പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ നിന്നും പാരീസിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് സംഭവിച്ചത്. ചോദ്യം ചെയ്യലിൽ താൻ ഒരു ചാരവനിതയാണെന്ന് മാതാഹരി സമ്മതിച്ചു. പക്ഷേ അവൾ സത്യം തന്നെയാണോ പറയുന്നത് എന്ന കാര്യത്തിൽ അന്ന് പോലീസുകാർക്കും സംശയമുണ്ടായിരുന്നു. സത്യത്തിൽ ജർമ്മനിക്ക് വേണ്ടി ഫ്രഞ്ച് സൈന്യത്തിൽ നിന്നും രഹസ്യം ചോർത്തുവാൻ നിയോഗിക്കപ്പെട്ടവളായിരുന്നു അവളെങ്കിലും ജർമ്മനി ഇക്കാര്യം തള്ളി പറഞ്ഞു. അതിനിടെ 1917 ജർമ്മൻ സൈന്യം H-21 എന്ന കോഡിൽ അറിയപ്പെടുന്ന ഒരു ചാരനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. മാതാഹരിയാണ് ഈ ചാരയെന്ന് അനുമാനിച്ച് ഫ്രഞ്ച് സൈന്യം മാതാഹരിയെ അറസ്റ്റ് ചെയ്ത് സെന്റ് ലസാരെ ജയിലിൽ തടവിലാക്കി. 1917 ഫെബ്രുവരി 13 പാരീസിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് മാതാഹരി അറസ്റ്റിലാവുന്നത്. ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിലൂടെ 1,00,000-ഓളം ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് മാതാഹരിക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം. യുദ്ധകാലത്ത് ജർമ്മനിക്കും ഫ്രാൻസിനും അടക്കം നിരവധി രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും ചാരവൃത്തി നടത്തിക്കൊണ്ട് ധാരാളം പണം സമ്പാദിച്ചതായും മാതാഹരി വിചാരണ വേളയിൽ ജഡ്ജിയോട് സമ്മതിച്ചിരുന്നു. എന്നാൽ അന്ന് ഇതിന്റെ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. തെളിവുകളൊന്നുമില്ലെങ്കിലും മാതാഹരിയെ വെടിവെച്ച് കൊലപ്പെടുത്താനായിരുന്നു വിചാരണ പൂർത്തിയായപ്പോൾ പുറത്തു വന്ന ഉത്തരവ്. അതേ വർഷം ഒക്ടോബർ 15 മാതാഹരിയുടെ വിധി നടപ്പാക്കപ്പെട്ടു. വിധി നടപ്പാക്കുമ്പോൾ തന്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടരുതെന്ന് അവൾ ആവശ്യപ്പെട്ടിരുന്നു. വെടിയുതിർക്കുന്നതിന് മുമ്പ് ഫ്രഞ്ച് സൈനികർക്ക് അവൾ ഫ്ലൈയിങ് കിസ് നൽകി. അവൾ സ്ക്വാഡിന് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് തലയുയർത്തി നിന്നു. അങ്ങനെ വിധി നടപ്പാക്കപ്പെട്ടു. ഒരു തോക്കിൻ തിരക്ക് മുന്നിൽ അവസാനം അവൾ കീഴടങ്ങി. മരിക്കുന്ന സമയത്ത് 41 വയസ്സായിരുന്നു മാതാഹരിക്കുണ്ടായിരുന്നത്. മരണത്തിന് ശേഷം മാതാഹരിയുടെ മൃതദേഹം പഠനത്തിനായി വിട്ടു നൽകി. ചാരവൃത്തി സംബന്ധിച്ച ഏതാനും തെളിവുകളും നിർണായക സംഭവങ്ങൾ വിശദീകരിച്ച സുഹൃത്തുക്കൾക്കും സഹായികൾക്കും അയച്ച കത്തുകളും പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുമുണ്ട്. ചാരവൃത്തിയുടെ കരിനിഴൽ മാതാഹരിയിൽ വീണില്ലായിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന വിശേഷണത്തിൽ ഒരുപക്ഷെ അവൾ അവസാനിച്ചേനെ. എന്നാൽ ചാരവൃത്തിയുടെ പേരിൽ 100 വർഷങ്ങൾക്കിപ്പുറം കുപ്രസിദ്ധിയോടെ മാതാഹരി ഓർക്കപ്പെടുന്നു, ചരിത്രത്തിൽ അടയാളപ്പെടുന്നു. മാതാഹരിയുടെ ജീവിതം പിന്നീട് പലപ്പോഴും പുസ്തകങ്ങൾക്കും സിനിമകൾക്കും വിഷയങ്ങളായിട്ടുണ്ട്. അതിൽ പ്രധാനം മേരി W. ക്രെഗ് എഴുതിയ എ ടാങ്കിൾഡ് വെബ് മാതാഹരി എന്ന പുസ്തകമാണ്. മാതാഹരിയുടെ ജീവിതം പ്രമേയമാക്കി നിരവധി സിനിമകളും ഡോക്യുമെന്ററികളും സീരിയലുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദി നേക്കഡ് സ്പൈ, മാതാഹരി, ഏജന്റ് H-21, മാതാഹരി തുടങ്ങിയവയാണ് അതിൽ പ്രധാനപ്പെട്ടത്. മാതാഹരി എന്ന ചാരസുന്ദരിയുടെ നിഗൂഢമായ ജീവിതത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.